കേരളത്തിൽ മതേതരത്വ ബോധത്തോടുകൂടി ആളുകൾ ജീവിക്കുന്നുണ്ടെന്നും വിശ്വാസങ്ങൾ അത് കേവലം വ്യക്തിവിശ്വാസങ്ങൾ മാത്രമാണെന്നും അതിനൊക്കെ അപ്പുറത്തേക്ക് രണ്ടുപേർ തമ്മിൽ പ്രണയിച്ചാൽ മറ്റൊരു കാര്യത്തിനും അവരെ പിരിക്കാൻ കഴിയില്ല, ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് അവരെ പിരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായി കൂടി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഭാഗമായി മൊണാലിസ ഭോസ്ലെ എന്ന് പറയപ്പെടുന്ന ഇൻഡോർ സ്വദേശിയും അതേപോലെ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഫർമാൻ ഖാൻ ഇരുവരും തമ്മിൽ 1.5 വർഷം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. അതിനുശേഷം മൊണാലിസ ഭോസ്ലെയുടെ കുടുംബത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്ന. എതിർപ്പ് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി മൊണാലിസ ഭോസ്ലെ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ വെച്ചാണ് ഇവർ വീണ്ടും പിതാവുമായി പ്രശ്നമുണ്ടാവുകയും അതിനുശേഷം ട്രെയിൻ മാർഗം ഇപ്പോൾ ആ വിവാഹം നടക്കുകയാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളം ഇങ്ങനെയൊക്കെയാണ് എന്ന് അടയാളപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷ്വലായി അത് മാറുന്നുണ്ട്. അത് കേവലം രണ്ട് വ്യക്തികൾ പ്രണയത്തിന്റെ പേരിൽ ഒന്നിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തെ അടയാളപ്പെടുത്തിയത് ഇങ്ങനെയല്ല, നിങ്ങൾ കണ്ട കേരളമല്ല ഇതെന്നും മറ്റു വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് രണ്ടുപേർക്ക് തീവ്രമായ പ്രണയമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒന്നിക്കാൻ കഴിയും. അത് ആരൊക്കെ എതിർത്താലും സാമൂഹിക ഘടകങ്ങൾ അതിനെ എതിർക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കേരളത്തിന്റെ സർക്കാരിനെ പ്രതികരിച്ചു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് ഈ ചടങ്ങിൽ എത്തുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ CPM-ന്റെ MP-യുമായിട്ടുള്ള എ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നിയമസഹായം തേടിയിട്ടാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പക്ഷേ രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മൊണാലിസ ഭോസ്ലെ ഇന്ന് രാവിലെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ട്രെയിൻ മാർഗമായിരുന്നു കൊച്ചിയിൽ നിന്ന്. അതിനുശേഷം അവർ പോലീസിനോട് പിതാവിൽ നിന്ന് സംരക്ഷണം വേണം, ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മാത്രമല്ല ഇഷ്ടപ്പെട്ട പ്രണയ ജീവിതം ചൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന് പിന്നാലെയാണ് അവർ ഈ പറയുന്ന എല്ലാ നിയമസഹായവും ഉറപ്പുവരുത്തുകയും അല്പസമയം മുൻപ് ഇപ്പോൾ ഈ വിവാഹം നടന്നത് അത് അരുമാനൂർ നയനാർ ദേവക്ഷേത്രത്തിൽ വെച്ചാണ്. ശിവക്ഷേത്രമാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ, അതിനപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു മുന്നോട്ട് ഇറക്കിയ നവോത്ഥാന ചിന്തകളടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച ഒരു മുസ്ലിം യുവാവ് ഫർമാൻ ഖാൻ എന്ന മുസ്ലിം യുവാവ് ഈ പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ പ്രണയമടക്കം ഒരു ഘട്ടത്തിൽ തടസ്സപ്പെട്ട ഒരു സമയത്ത് അവർ സഹായം തേടിയെത്തിയത് കേരളത്തിലാണ്. കേരളത്തിൽ കേരളത്തിൽ അവർ ഒന്നിക്കുകയാണ്, കേരളത്തിന്റെ മണ്ണിൽ അവർ ഒന്നിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കരുത്തു പകർന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ കൊണ്ട് ഈ പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് അവർ ഒന്നിക്കുന്നു, മണ്ണിൽ വെച്ച് അവർ ഒന്നിക്കുന്നു എന്നുള്ളത് നമ്മുടെ നവോത്ഥാനത്തിൽ സാമൂഹിക പുരോഗമന വലിയ തരത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയം മുൻപ് താലികെട്ട് നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിഷ്ഠയെ വലം വെക്കുകയാണ്. പിന്നാലെ ആയിരിക്കും അവർ ഈ പറയുന്ന പുറത്തേക്ക് വന്ന ഇക്കാര്യത്തിൽ ഒരു വിശദമായ പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളം മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളം ഇതുവരെ കാട്ടി അല്ലെങ്കിൽ കേരളം ഇതുവരെ കാട്ടി. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു മുഖം ഓർമ്മയുണ്ട്? കുംഭമേളയിലെ ആ ഒരു ഒറ്റ ഫോട്ടോയിലൂടെ ഇന്റർനെറ്റ് സെൻസേഷൻ ആയിട്ടുള്ള മൊണാലിസ ഭോസ്ലെ. അന്ന് എല്ലാവരും ചോദിച്ചത് ആരാണ് ഈ സുന്ദരി എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴോ മൊണാലിസ വാർത്തകളിൽ നിറയുന്നത് മറ്റൊരു വലിയ കാരണത്തിന്റെ പേരിലാണ്. താരം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷെ സംഗതി വെറും ഒരു ഷൂട്ടിംഗ് മാത്രമല്ല കേട്ടോ. സിനിമയെ വെല്ലുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ വീട്ടുകാർ എതിർത്ത ഒരു പ്രണയം. ഇൻഡോർ സ്വദേശിയായിട്ടുള്ള മൊണാലിസയും മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഫർമാനും തമ്മിൽ 1.5 വർഷമായിട്ട് പ്രണയത്തിലാണ്. ഇവര് തമ്മിൽ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. പക്ഷെ മതം വേറെ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ വലിയ പ്രശ്നമായി. മൊണാലിസയുടെ അച്ഛൻ മകളെ വേറെ കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കിയതോടെയാണ് ഇവർ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നത്. അതായത് സ്നേഹിക്കുന്ന ആൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ വീട് വിട്ടിറങ്ങി. ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വീട് വിട്ട് ഇറങ്ങി. പക്ഷെ എന്തുകൊണ്ട് ഇവർ കേരളത്തിൽ തന്നെ എത്തി ഇവിടെ വന്ന് അഭയം തേടിയത്? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവർക്ക് വേണമെങ്കിൽ വേറെ സംസ്ഥാനത്തിലെ രാജ്യത്തോ എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ കേരളം തിരഞ്ഞെടുത്തത്? മൊണാലിസ പോലീസിനോട് പറഞ്ഞത് കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും കേട്ടോ. രാജ്യത്ത് എവിടെ പോയാലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകില്ല, പക്ഷെ കേരളം അങ്ങനെയല്ല എന്നാണ് അവര് പറയുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ നേരെ ഒരു കല്യാണം കൂടാൻ പോവുകയാണ്. മറ്റാരുടെയും അല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുംഭമേള താരമായ മൊണാലിസയുടെ കല്യാണമാണ്. ആ കല്യാണം നടക്കുന്നത് ഇങ്ങ് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. ആ കല്യാണം കൂടാൻ നേതാക്കൾ, CPM നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടി അടക്കം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്. നേരെ പ്രതികരണം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും. ഇത് ഈ കുട്ടികളുടെ ധൈര്യം. ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, കേരള സ്വർഗമാണോ? കേരളം ജീവിക്കാൻ പറ്റിയ സ്വർഗമാണോ? നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതോ അതെല്ലാം നമ്മൾ തെളിയിക്കില്ലേ? കേരള സ്വർഗം തെളിയിക്കില്ലേ? അതെ, കേരള സ്വർഗമാണ് തെളിയിക്കുകയാണ്.
മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത്. മനോഹരമായ ആ കണ്ണുകളുള്ള പെൺകുട്ടി മൊണാലിസ, അവളെ ശ്രദ്ധിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. മലയാളികളൊക്കെ ഏറെ അവളെ കുറിച്ച് പറഞ്ഞതാണ്. അവൾ ഈ നാട്ടിൽ വന്നതാണ്, ഇപ്പോൾ ഇത് അഭയം തേടി തിരികെ എത്തിയതും ഈ നാട്ടിലേക്കാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കാണ്, നമ്മുടെ കേരളത്തിലേക്കാണ്. അപ്പോൾ കേരളത്തിലേക്ക് വന്നപ്പോൾ അവളെ കൈവിട്ടില്ല എന്ന് മാത്രമല്ല, അവളുടെ പ്രിയപ്പെട്ടവനൊപ്പം ചേർത്ത് നിർത്തുക കൂടിയാണ് ഈ നാട്, ഈ നാട്ടിലെ സർക്കാർ എന്നതാണ് ഏറെ പ്രിയപ്പെട്ട കാര്യം. അവരുടെ സ്നേഹം നമ്മുടെ നാട് കണ്ടിരിക്കുന്നു, ഈ നാട്ടുകാർ കണ്ടിരിക്കുന്നു, അവരെ ചേർത്ത് നിർത്താൻ പോവുകയാണ്. അങ്ങനെ മൊണാലിസയുടെ കല്യാണം കൂടാൻ നമ്മളും പോവുകയാണ്. ഏഞ്ചൽ ഉണ്ട്, അമൃതയുണ്ട് അവിടെ. അമൃതയിലേക്കാണ്. അമൃത, അങ്ങനെ നമ്മൾ പ്രണയിക്കുന്നവർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം കേരളമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഷൂട്ടിങ്ങിനായിട്ട് പൂവാറിലെത്തിയപ്പോൾ അവർ നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സഹായം ചോദിച്ചത്. തമ്പാനൂർ സ്റ്റേഷനിൽ വലിയ നാടകീയ രംഗങ്ങളാണ് നടന്നത് കേട്ടോ. പോലീസ് മൊണാലിസയുടെ അച്ഛനേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ച് മകളെ കൂടെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. മൊണാലിസയെ 18 വയസ്സ് കഴിഞ്ഞു, ആർക്കൊപ്പം പോകണമെന്ന് തീരുമാനിക്കാൻ അവൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. അതായത് നിയമപരമായിട്ട് അവരെ തടയാൻ ആർക്കും കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് മൊണാലിസ ഫർമാന്റെ കൈപിടിച്ച് ഇറങ്ങിയത്. ശരിക്കും ഒരു സിനിമ ക്ലൈമാക്സ് പോലെ തന്നെയല്ലേ? ഒരു വൈറൽ താരത്തിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടാകില്ല അല്ലേ? മതം നോക്കാതെ സ്നേഹിക്കുന്നവർക്ക് ഇന്നും നമ്മുടെ നാട്ടിലെ പലയിടത്തും പേടിച്ചു കഴിയേണ്ടി വരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു അവസ്ഥ മാറേണ്ടതല്ലേ? എന്നാൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ ഇപ്പോൾ വലിയൊരു ചർച്ചയിലാണ്. കുറച്ചു കാലം മുൻപ് കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ വന്നിരുന്നല്ലോ. കേരളത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു അത്. എന്നാൽ മൊണാലിസയുടെ ഈ ഒരു അനുഭവം കണ്ടിട്ട് പലരും ചോദിക്കുന്നത് ഇതാണോ യഥാർത്ഥ കേരള സ്റ്റോറി എന്നുള്ളത്. സിനിമയിൽ കണ്ട കഥകളല്ല, മറിച്ച് പ്രണയിക്കുന്നവർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ കേരളം നൽകുന്ന ആ ഒരു സപ്പോർട്ടാണ് സത്യമെന്ന് മൊണാലിസയെ പോലെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മതം മാറി പ്രണയിച്ചപ്പോൾ അവർക്ക് മറ്റൊരു നാടിനെ ഓർമ്മ വരാതിരുന്നത്. പലരും കേരളത്തെ പഴിചാരുമ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ ഒരു പ്രണയിതാക്കൾക്ക് ജീവൻ രക്ഷിക്കാൻ ഇങ്ങോട്ട് തന്നെ ഓടി വരേണ്ടി വന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയം കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നും. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രണയത്തിന് വേണ്ടി സ്വന്തം അച്ഛനമ്മമാരെയും വളർന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് ഉണ്ടല്ലോ. പിന്നെ മതം മാറിയുള്ള വിവാഹങ്ങളും പ്രണയങ്ങളും പലപ്പോഴും ചതിക്കുഴികളിൽ അവസാനിക്കുന്നത് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ മുന്നോട്ട് വെച്ച ആ ഒരു ആശങ്കയെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനുമാകില്ല. വൈകാരികമായി എടുത്ത ഒരു തീരുമാനമാണോ ഇത്, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇതിന്റെ മറുപുറം നോക്കിയാലോ നമുക്ക് മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കാം. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നിയത് മൊണാലിസയുടെ ആ വാക്കുകളാണ് കേട്ടോ. അതായത് ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ്, കേരളം സുരക്ഷിതമാണ് എന്ന് അവർ പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ആ ഒരു മതേതരത്വം, നിയമവ്യവസ്ഥയും എത്ര കരുത്തുറ്റതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനം തോന്നും. സിനിമയിൽ കണ്ട കഥകളെക്കാളും നേരിട്ട് അനുഭവിക്കുന്ന ഈ ഒരു സുരക്ഷിതത്വമാണ് അവർക്ക് വലുതെന്ന് അവർക്ക് തെളിയിച്ചു. ഈ പ്രണയവും വിവാഹവും ഒക്കെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിനെ മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ നിറം നൽകാതിരിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതേസമയം തന്നെ സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതെടുക്കുമ്പോൾ അത് എത്രത്തോളം ഉറപ്പുള്ളതാണെന്ന് ചിന്തിക്കേണ്ടതും അത് അത്യാവശ്യമാണ്. ചതിക്കുഴികളിൽ വീഴാതെ ബോധപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ പെൺകുട്ടിക്കും സാധിക്കണം. നിയമം നൽകുന്ന സംരക്ഷണം അത് ദുരുപയോഗം ചെയ്യപ്പെടാതെയും ഇരിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുടുംബത്തെയും സാഹചര്യത്തെയും തള്ളി പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് വശം അവിടെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനത്തിലുള്ള വിലയും അവർക്ക് നമ്മുടെ നാട് നൽകുന്ന സംരക്ഷണവും കാണുമ്പോൾ ഇതൊരു പോസിറ്റീവ് മാറ്റമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.